നമസ്കാരം. മാണ്ഡവ്യൻ എന്നൊരു ഋഷിയെക്കുറിച്ചാണ് പറയുന്നത്. മാണ്ഡവ്യൻ എന്നൊരു ഋഷി നമുക്കെന്ത് ഗുണപാഠം തരുന്നു എന്നാണ് ഇവിടെ ചോദ്യം. അനവധി പേര് മനുഷ്യനോട് മിണ്ടാതെ തപസ് ചെയ്തു. അങ്ങനെ ധാരാളം പേരുണ്ട്. അവരെ പ്രമാണിത്വം കൊണ്ട് എന്താ കാര്യമുണ്ട്. അവരിൽ നിന്ന് നമ്മളിപ്പോ എന്തേ മനസ്സിലാക്കിയത്? അങ്ങനെ കുറെ തത്വങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ഗുണം കിട്ടും. പലപ്പോഴായിട്ട് നമ്മൾ കേൾക്കുന്നതൊക്കെ നമ്മളെ സ്വാധീനിക്കും. ഒരക്ഷരമുണ്ടല്ല, മൗനം. ആർക്കും ഒരു ദോഷം പറ്റില്ല. അതിനെയാണ് മുറുകെ പിടിച്ചിരിക്കുന്ന മാണ്ഡവ്യൻ. വാഴക്കില്ല, മിണ്ടില്ല, 100% മൗനം. എന്തുകൊണ്ട് നമുക്കത് പ്രാക്ടീസ് ചെയ്തുകൂടാ? നമ്മൾക്ക് വേണമെന്നല്ല, അപ്പുണ്ടാകുന്ന ഒരു ആക്ഷനും റിയാക്ഷനും മാണ്ഡവ്യനിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. ആശ്രമമുറ്റത്ത് മിണ്ടാതെ തപസ 24 മണിക്കൂർ. തപസ് പ്രാക്ടീസ് ചെയ്യുമ്പോ അറിയാട്ടോ അതിന്റെ സുഖം. നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. കുറച്ച് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഞാൻ എഴുത്തുമുറിയിൽ വാലൊക്കെ അടച്ചിട്ടിരുന്നിട്ട് 15 മിനിറ്റ് ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുമ്പോ അതിനൊരു സുഖമുണ്ട്. അപ്പൊ മാണ്ഡവ്യൻ അനുഭവിക്കുന്ന സുഖം എന്താവും? പക്ഷെ കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട ചില സാധനങ്ങളിൽ കളവ് പോയി. കള്ളന്മാരെ പിടിക്കാൻ വന്നപ്പോ കള്ളന്മാര് ഇദ്ദേഹത്തിന്റെ ആശ്രമത്തിനകത്തേക്ക് ഓടി. കൊട്ടാരത്തിലെ ദൂതന്മാരെല്ലാം കൂടി വന്നു. അകത്തൊക്കെ ആരെങ്കിലും പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മറുപടിയില്ല. മിണ്ടില്ല. ഇവര് നോക്കി. കള്ളന്മാർ രക്ഷപ്പെട്ടു. അപ്പൊ കൊട്ടാരത്തിലെ വസ്തുക്കൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം മോഷ്ടിച്ച് കൊണ്ടു വച്ചാൽ തീർച്ചയായിട്ടും മിണ്ടണമില്ല. രാജസദസ്സില് ഹാജരാക്കി. എന്തിനാ നിങ്ങൾ മോഷ്ടിക്കുകയെന്ന് ചോദിച്ചു. മറുപടിയില്ല. മൗനമാണ് തന്റെ മുഖമുദ്ര. അതിന്റെ പേരാണ് മാണ്ഡവ്യൻ. അപ്പോഴും മറുപടിയില്ല. അപ്പൊ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക്, പ്രത്യേകിച്ചും രാജാവിന് ഏറ്റവും സെന്റിമെന്റ്സ് ഉള്ള സാധനങ്ങൾ മോഷണം പോയപ്പോ എടുത്ത ആളല്ലേ, രാജാവ് ചോദിച്ചിട്ട് മറുപടി പറയില്ലെങ്കിൽ ആ മൗനം ആർക്കെങ്കിലും ഇഷ്ടാവുമോ? നമ്മളെന്നപ്പോ ഒരു സാധാരണ പോലീസുകാരൻ വരെ ചോദിച്ചിട്ട്, പോലീസുകാരൻ ചോദിച്ചാലും നീ മറുപടി പറയില്ല അല്ലേ എന്ന് ചോദിച്ചിട്ട് 2 അടി കൂടുതൽ കിട്ടില്ലേ? രാജാവ് പറഞ്ഞു ഇതിന് കിട്ടാവുന്ന ശിക്ഷ കൊടുത്തേ പറ്റൂ. ഒരു ശൂലം കുത്തി നിർത്തി അതിന്റെ മുകളിൽ അങ്ങോട്ട് നിർത്തി. അങ്ങനെ ചത്തുപോകും. അങ്ങനെയാണ് ശിക്ഷ. ശൂലത്തുമ്പോ കുത്തി, വയറിന്റെ ഇപ്പുറത്തും ശൂലമുണ്ട്, ഇപ്പുറത്തും ഉണ്ട്. മൗനം മാറ്റിയില്ല, ഒന്നും മിണ്ടിയില്ല. ഇദ്ദേഹത്തിന്റെ സിദ്ധി കൊണ്ട് മരിച്ചില്ല. സാധാരണഗതിയിൽ ഒരു ദിവസത്തിനുള്ളിൽ മരിക്കും. മരിക്കാതെ അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ രാജാവിന് സംശയം തോന്നി.
ഇയാൾക്ക് എന്തൊരു സിദ്ധിയുണ്ട്. മാത്രമല്ല ശിക്ഷ ഇപ്പൊ കൊടുത്തു, നഷ്ടപ്പെട്ട സാധനങ്ങൾ കിട്ടും ചെയ്തു. ഇനിയിപ്പോ എന്തിനാണ് കുത്തിയിട്ട് കിടക്കണ്? ഇങ്ങനെ ചാവാതെ ഒരാൾ ഇങ്ങനെ കിടക്കുക എന്നുള്ള താഴെ ഇറക്കി ശൂലം വലിച്ചെടുക്കാൻ നോക്കി, പോരുന്നില്ല. വീട് പോരണ്ടേ, കുത്തിക്കേറിയതല്ലേ ശരീരത്തിൽ. മുകൾ ഭാഗം ശരീരത്തോട് ചേർത്ത് മുറിച്ചു, താഴെ ഭാഗവും മുറിച്ചു. അപ്പൊ ആൾക്ക് കുഴപ്പമൊന്നുമില്ല, അകത്ത് ഈ കമ്പി കിടക്കുക, ശൂലം പോയി. യാത്ര പറയലുമില്ല, രാജാവ് താങ്ക് യു എന്ന് പറയലുമില്ല, ഇങ്ങോട്ടും താങ്ക് യു ഒന്നുമില്ല, മിണ്ടില്ല. വീണ്ടും കാലം കഴിഞ്ഞു. ആളുകൾ അണിമാണ്ഡവ്യം എന്ന് വിളിയാണ്. കാരണം ഈ ഇരുമ്പിന്റെ കമ്പി അകത്ത് കിടക്കുന്നുണ്ട്. ഇപ്പൊ പല ശരീരങ്ങളിലും അകത്ത് ഇരുമ്പിന്റെ കമ്പി കിടക്കുന്നുണ്ട് കേട്ടോ. കാലിനൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കമ്പിട്ട് കെട്ടിയതാണൊക്കെ ആളുകൾ പറയാറുണ്ട്. അണിമാണ്ഡവ്യൻ അങ്ങനെ പോകുമ്പോ ധർമ്മദേവനെ കണ്ടു. അപ്പൊ ഒരു കാര്യം, ഇനി മിണ്ടാതിരുന്നാൽ ശരിയാവില്ല. ഉള്ളിലൊരു സംശയമുണ്ട്. ഈ സംശയം തീർത്തു തരാൻ പറ്റുന്ന ആള് ധർമ്മദേവനാണ്. ധർമ്മത്തിന്റെ ഏറ്റവും വലിയ ഉസ്താദാണ്. തൊഴുതു ധർമ്മദേവനോട് ചോദിച്ചു, ഇത്രയും കാലം മൗനമാണ് എന്നുള്ള പ്രമാണിത്വമൊന്നും പറഞ്ഞില്ല. ഇന്നേ വരെ ഞാൻ ആർക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ല. എനിക്ക് എന്തെങ്കിലും ഒരു ഗതി വന്നു? അത് ചോദ്യമല്ലേ. അല്ല, മറ്റേ രാജകൊട്ടാരത്തിലെ ദൂതന്മാര് വന്നപ്പോ ഞങ്ങൾക്കാട് പറയായിരുന്നില്ലേ, ഞാൻ മൗനിയാണല്ലോ, എനിക്ക് മാറ്റാൻ കൊടുത്തില്ല എന്റെ വ്രതം. ഇതൊന്നും ചോദ്യം ഉണ്ടായില്ല, ഉത്തരം ഉണ്ടായില്ല. ധർമ്മദേവൻ പറഞ്ഞു, ഒരു വ്യക്തി ചെയ്ത കർമ്മത്തിന്റെ ഫലം ആ വ്യക്തി അനുഭവിച്ചേ പറ്റൂ. ഇതാണ് കഥയുടെ വഴിത്തിരിവ്. അണിമാണ്ഡവന്റെ ഡീറ്റെയിൽസോ അച്ഛന്റെ അമ്മയുടെയും പേരോ ജനിച്ച കൊല്ലൊന്നല്ല ഈ സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ളത്. കർമ്മഫലം അനുഭവിച്ചേ പറ്റൂ. നമ്മളൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്, അതിന് അനുഭവിക്കേണ്ടി വരും. സൽക്കർമ്മം ചെയ്യുന്നതിന്റെ അനുഭവിക്കാതെ പറ്റില്ല, വിടൊന്നുമില്ല. അപ്പൊ പിന്നെന്തു വേണം? സൽക്കർമ്മവും ചെയ്യാതിരിക്കാൻ പറഞ്ഞാൽ ഈ സൽക്കർമ്മം ചെയ്യണമെന്നല്ല. ഞാൻ ചെയ്തു എന്നുള്ള വിചാരം ഇല്ലാത്തോണ്ട് ചെയ്തിട്ടില്ലല്ലോ. സൽക്കർമ്മം ഞാൻ ചെയ്തു എന്ന വിചാരം എനിക്കില്ല എങ്കിലോ അപ്പൊ അകർമ്മം, കർമ്മം പ്ലസ് വികർമ്മം സമം അകർമ്മം. കർമ്മം വിശുദ്ധിയോടുകൂടിയുള്ള കർമ്മം വികർമ്മം സമം അകർമ്മം. അല്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ശരി. അപ്പൊ പറഞ്ഞു, കുട്ടിയായിരിക്കുമ്പോ ഈർക്കലയില് പല ജീവികളെയും കുത്തി നിർത്തി പെടയുന്നത് കണ്ടിട്ടില്ലേ? പല ജീവികളെയും കുട്ടിയായിരിക്കുമ്പോ ഈർക്കലയില് ഞാഞ്ഞൂള് അങ്ങനെയുള്ള പല ജീവിയും കോർത്തിട്ടിട്ടില്ലേ? ഉണ്ട്. അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, മാറ്റല്ല. ഇത് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തത് കൊണ്ട് ഇതനുഭവിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അണിമാണ്ഡവ്യൻ നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ
അതൊരു സന്ദേശമാണ്. കുട്ടികൾ ഈ കഥ കേൾക്കണം, കുട്ടികളെ കേൾപ്പിക്കണം. ഒരു കർമ്മം ചെയ്താൽ ഇന്ന് ജീവികളെ കൊല്ലുകയും അത് പടയുന്നതും കാണുന്നത് സന്തോഷമായി കരുതുന്ന കുട്ടികൾ ഉണ്ടാകാം, ഉണ്ട്. അതിൻ്റെയും അനുഭവിക്കേണ്ടി വരും. ഇത് ഋഷിമാര് പറഞ്ഞുകൊണ്ട് എന്തുണ്ട്, അണിമാണ്ഡവ്യന്റെ കഥ മിക്കവാറും കുട്ടികൾക്ക്, ഞാൻ തന്നെ ഭാരതിനോ അങ്ങനെയുള്ള ചില പരിപാടിക്ക് വെച്ചുമ്പോൾ ഉദ്ഘാടനത്തിന് ഈ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചിന്തിച്ചെടുക്കേണ്ട ധാരാളം വിഷയം ഇതിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.